കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇന്ന് കോൺഗ്രസിന്റെ പ്രസ് മീറ്റിങ്ങിനിടെ വി.ഡി. സതീശൻ എത്താൻ ലേശം വൈകി സുധാകരൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് തെറി വിളിച്ചു എന്നാണ് പരാമർശം. എല്ലാ പ്രമുഖ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ആ വിളിച്ച തെറി എന്ന് മാത്രം ഒരു ചാനലും പുറത്തുവിട്ടിട്ടില്ല. കാരണം ആ തെറിയുടെ സ്ഥാനത്ത് ഒരു ടു ശബ്ദം മാത്രമാണുള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കോൺഗ്രസ്സുകാർ ഇത്ര അതപ്പതിച്ചു പോയോ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഓരോ പ്രമുഖ വ്യക്തികളുടെയും തിരക്കുകൾ നമുക്കറിയാം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ എത്താൻ വൈകിയെന്നൊക്കെ ഇരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ നേരത്തെ വന്നിരുന്നിട്ട് എത്താൻ വൈകുന്നവരെ, അതും ഇത്രയും ക്യാമറകളും മൈക്കും ഓണായിരിക്കുമ്പോൾ പരസ്യമായിട്ട് യാതൊരുവിധ വെളിവുമില്ലാതെ ഈ മൈക്കുകളും ക്യാമറകളും ഓണാണെന്നുള്ള ഒരു പരിസരബോധം പോലും ഇല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് പ്രതിപക്ഷ നേതാവിനെ തെറി വിളിക്കാൻ കൊള്ളാമോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര ക്യാമറകളും മൈക്കും ഓണായിരിക്കെ എങ്ങനെ ഇവർക്കൊക്കെ ഇതിന് കഴിയുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പരിസരബോധമോ ഒരു 10 പൈസക്കുള്ള ബുദ്ധിയോ ഒന്നുമില്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് മീഡിയ കണ്ണുകൾ 24 മണിക്കൂറും ഓണായിരിക്കും എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത ഇത്തരം നേതാക്കന്മാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മീഡിയ. കാരണം അനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയായിരിക്കില്ല, അവർ നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ മറന്നിട്ട് കെ സുധാകരനെ പോലുള്ള ആള് ഈ ഒരു പരിസരബോധമില്ലാതെ ഈ ഒരു പ്രസ് മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് വെച്ചിട്ട്, അപ്പോൾ ഏത് പൊട്ടനാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്രസ് മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ഇത്രയും ക്യാമറകൾ ഓണായിരിക്കും, മൈക്കുകൾ ഓണായിരിക്കും. കാരണം അവർ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ നോക്കിയിരിക്കുന്നവരാണ് ഈ മീഡിയക്കാരെന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ പരിഹാസപാത്രമാവാനായിട്ട് ഇവരൊക്കെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ജാള്യത തന്നെയാണ് തോന്നുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കി എടുക്കാനായിട്ട് 24 മണിക്കൂറും ഈ ക്യാമറ കണ്ണുകളും തുറന്നു വെച്ചിരിക്കുന്ന ഈ മീഡിയക്കാരുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ഒരു പരിസരബോധവും ഇല്ലാതെ ഇട്ടുകൊടുക്കുന്ന കെ സുധാകരനെ പോലുള്ളവര് ഈ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണമോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങേർക്കൊക്കെ ഈ ഒരു KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ എന്താണ് യോഗ്യത? മിനിമം ഒരു 10 പൈസയ്ക്ക് ബുദ്ധിയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാത്ത ഒരാളെയാണ് KPCC പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചിരുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോൺഗ്രസിന്റെ ക്ഷയം പോലും മറന്നിട്ട് ഈ നിസാര കാരണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചാവാലിപ്പട്ടികളെ പോലെ അടികൂടാനായിട്ട് ഈ ഒരു കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ കോൺഗ്രസ്സുകാർ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം വേറൊരു പാർട്ടിയിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ നാണക്കേടില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രതിപക്ഷ നേതാവും കെ സുധാകരനുമായിട്ട് ഇതിനു മുമ്പും ഇങ്ങനെ പൊതുവേദികളിൽ വെച്ചിട്ട് ഇങ്ങനെ വാക്പോരും വാക്തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒരു കാര്യകാരണ ഗൗരവമുള്ള ഒരു കാര്യങ്ങളല്ല, നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പൊതുവേദികളിൽ വെച്ചിട്ട് അടികൂടുന്നത്. മൂലം കോൺഗ്രസിനുണ്ടാവുന്ന അപമാനം എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. മീഡിയക്കാർ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് ആരുടെ വായിൽ നിന്ന് എന്ത് വരുന്നു, എവിടെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടോ, അത് അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് എടുത്ത് പബ്ലിഷാക്കി പ്രചരിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് നമ്മളായിട്ട് വളം വെച്ച് കൊടുക്കണോ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോൺഗ്രസ്സുകാർ തന്നെ ഇതിന് മറുപടി പറയട്ടെ. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടിയിട്ടാണ് ഈ വക തോന്നിയാസങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അണികളുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് കെട്ടുറപ്പാണ് ഈ കോൺഗ്രസിന്റെ അകത്തുള്ളത്? അണികൾ നേതാക്കന്മാരെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. നേതാക്കന്മാർ ഇങ്ങനെ ആയാലോ കൊച്ചുകുട്ടികളെയൊക്കെ കഷ്ടമാണ് ഇവർ. പിച്ചി മാന്തി തോണ്ടി എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവന്മാരിങ്ങനെ കിടന്നിട്ട് പബ്ലിക്കായിട്ട് തെറിപറിച്ചിലും അടിപിടി കൂടലും വാക്പോരും ഒക്കെ ഉണ്ടാവുന്നത്. ചെയ്യുന്ന ഇവർക്കൊന്നും നാണക്കേടില്ല, ഒരു ഉളുപ്പുമില്ലാതെ പിന്നെ വന്നിട്ട് ന്യായീകരിച്ചു മെഴുകും. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു തെറി പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അപ്പൊ ഈ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ എന്തുകൊണ്ട് ആ തെറി അടക്കം വിടുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് കെ സുധാകരൻ എന്താണ് പറഞ്ഞത് എന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കണമെങ്കിൽ ഈ ഒരു തെറി കൂടി പബ്ലിഷ് ആക്കണം. അതിനു പകരം ആ തെറിയുടെ സ്ഥാനത്ത് ടു എന്നൊരു ഒച്ച മാത്രം കേൾപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സുധാകരൻ പറഞ്ഞത് എന്ന് എങ്ങനെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കെ സുധാകരൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു വാദം പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു പറഞ്ഞ കാര്യം എന്തായാലും മീഡിയക്കാർ പുറത്തു വിടണം. കാരണം അവർക്കറിയാലോ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എല്ലാവർക്കും കസേര വേണം,
സീറ്റ് വേണം, അധികാരം വേണം. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസിനെ ഒന്ന് ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ആരൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികാരത്തിനും സീറ്റിനും വേണ്ടി മാത്രം വടം വലിച്ചാൽ പോരാ. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് മുന്നേറാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നിങ്ങളൊന്ന് പുനർപരിശോധിക്കുന്നത് നന്നായിരിക്കും. രാഹുൽ ഗാന്ധി ചെയ്യുന്ന പോലെ നിങ്ങൾ ഓരോ കോൺഗ്രസ്സുകാർക്കും ചെയ്യാമല്ലോ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവരുമായിട്ട് അടുത്തിടപഴകാം, ജനഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും നേടാനാകില്ല. അപ്പൊ ഈ തെറി എന്താണെന്ന് പുറത്ത് പബ്ലിഷ് ചെയ്യുന്നവരെ ഈ ഒരു പറഞ്ഞിട്ടില്ല എന്നൊരു വാദത്തിൽ തന്നെ കെ സുധാകരന് ഉറച്ചു നിൽക്കാൻ കഴിയും. എന്തിനാണ് മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പൊ ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അപ്പൊ ഇതിന്റെ പരിണിത ഫലം എന്ത് തന്നെയായാലും നമുക്ക് താമസിയാതെ തന്നെ അറിയാൻ കഴിയും. ഇപ്പൊ കെ സുധാകരൻ പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇതൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ പറ്റി എഴുതി പിടിപ്പിച്ചത് എന്നാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ക്യാമറ കണ്ണുകളും മാധ്യമങ്ങളും കണ്ടു നിന്ന ജനങ്ങളുമാണോ പൊട്ടന്മാർ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും പരമാവധി സമയം, പരമാവധി മണിക്കൂറുകൾ നമുക്കൊപ്പം നടക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിനെതിരെ ഞാൻ എന്ത് ശുഭിതനാവണം എന്ന് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. അപ്പൊ VD സതീശൻ എത്താൻ വൈകിയതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് മാധ്യമങ്ങൾ. അപ്പൊ മാധ്യമങ്ങൾ വളരെ നേരത്തെ തന്നെ ആ പ്രസ് മീറ്റിങ്ങിന് വന്ന് ഹാജരായി. VD സതീശൻ എത്താൻ വൈകിപ്പോയി. ആ ഒരു ടൈമിന്റെ ഇടയ്ക്ക് മാധ്യമങ്ങൾ പഠിച്ചു വിട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു തെറി അഭിഷേകം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. 10 മണിക്ക് വെച്ച പ്രസ് മീറ്റിങ്ങിന് 10:45 പ്രതിപക്ഷ നേതാവ് എത്താത്തതിനെ തുടർന്ന് മാധ്യമങ്ങളോടൊരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് മാത്രമാണ് താൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അപ്പൊ ആ ഒരു വിചാരം ഈ ഒരു പ്രസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ കസേരയിൽ അവിടെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് തോന്നിയില്ല എന്നുകൂടി ഞാൻ ചിന്തിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല, ഇതിനു മുമ്പും ഇത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ പബ്ലിക്കിന്റെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ കീരിയും പാപം ആവുന്നത് എന്ന് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ജ്യേഷ്ഠാനുജന്മാരെ പോലെ നേരെ ചൊവ്വെ നടക്കുന്ന VD സതീശനോടും കെ സുധാകരനോടും ഇത്തരം അന്യായമായ പോക്രിത്തരങ്ങൾ അവർക്കെതിരെ പടച്ചുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.